ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ബേത്ഫഗെ, അത്തികളുടെ ഭവനം. ഹൗസ് ഓഫ് ദ അൺറൈപ്പ് ഓർ ജ്യൂയിസ്ലെസ് ഫിഗ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ പറയുക. അത്തികളുടെ ഭവനം. ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് കയറി വരുന്ന ഒലിവുമലയുടെ മുകളിൽ കിഴക്ക് ഭാഗത്തുള്ള പട്ടണമാണിത്. ജേബലത്തൂർ എന്ന് ക്രിസ്ത്യാനികൾ പണ്ട് വിളിച്ചിരുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് രണ്ട് വഴികൾ തിരിയുന്നത്, നേരെ ബത്തനിയിലേക്കും ജെറുസലേമിലേക്ക് താഴേക്ക് ഇറങ്ങുന്നതും. ഇവിടെ നമ്മൾ ഓർക്കുന്നത്, ബത്തനിയിൽ നിന്ന് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. നിങ്ങൾ നഗരത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നഗര കവാടത്തിനരികെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കാണും. ഈ നഗര കവാടത്തിൻ്റെ ഭാഗമാണിത്. 4-ാം നൂറ്റാണ്ടിൽ എജേരിയ ഇവിടെ ഒരു ദേവാലയം കണ്ടിരുന്നു. ഈ ദേവാലയമാണ് ഇന്ന് നവീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ പ്രവേശന കവാടം, ആ കവാടത്തിനരികെയാണ് കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ പൊതുവെ മറ്റുള്ളവരെ കളിയാക്കുന്നതാണ് കഴുത എന്ന് വിളിച്ച്. പക്ഷെ കഴുതയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു രംഗമാണിവിടെ. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ഏത് മൃഗവും ഏത് സൃഷ്ടിയും അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്, മഹനീയമായിട്ട് തീരുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ ബാലാം എന്നുള്ളൊരു ദീർഘദർശിയെ കാണും. പക്ഷേ ആ ദീർഘദർശിയേക്കാൾ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു ബാലാമിൻ്റെ കഴുതയ്ക്ക്. ഒരു സൃഷ്ടിയും വെറുതെയല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിന്നാണ് ഓശാന ഘോഷയാത്ര ആരംഭിക്കുക. പെസഹ ഘോഷയാത്രയ്ക്ക് യഹൂദർ പാടിയിരുന്നതാണ് 118-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനമാണ് ഇവിടെ ആവർത്തിക്കുന്നത് മുഴുവൻ. പച്ചിലകളേന്തി, മരച്ചില്ലകളേന്തി ആഘോഷമായിട്ടുള്ള ഘോഷയാത്ര, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ചു പറയുന്നതും, ഹോസിയാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുന്നതുമൊക്കെ ഈ ഓശാന ഘോഷയാത്രയുടെ ഭാഗമാണ്. അവർ വസ്ത്രങ്ങൾ വിരിക്കുന്നു. നവ രാജാവിനെ സ്വീകരിക്കാനായിട്ട് കാണിക്കുന്ന, ആദരസൂചകമായിട്ട് കാണിക്കുന്ന രംഗമാണ് നമ്മൾ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണും. ഈ വസ്ത്രങ്ങൾ വിരിക്കുന്ന രംഗം. കഴുതപ്പുറത്ത് കയറി വരുന്നത് സമാധാനത്തിൻ്റെ രാജാവാണ്. സക്കറിയായുടെ പ്രവചനം 9-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കൃത്യമായിട്ട് കഴുതപ്പുറത്ത് ഏറി വരുന്ന, യുദ്ധവീരനായിട്ടുള്ള കുതിരപ്പുറത്ത് വരുന്ന രാജാവല്ല, സമാധാനം സ്ഥാപിക്കാനായിട്ട് കടന്നു വരുന്ന കഴുതപ്പുറത്ത് കയറി വരുന്ന രാജാവ്. സോളമൻ രാജാവിനെ അഭിഷേകം ചെയ്തുകൊണ്ട് ജെറുസലേമിലേക്ക് കയറി വരുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ കഴുതപ്പുറത്താണ്. ഇതാണ് ഇവിടെ സൂചിതം. ഇന്നും ഓശാന ഘോഷയാത്ര നടക്കുക ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 1933 മുതലാണ് പാത്രിയാർക്കീസ് ഇവിടെ നിന്ന് ആരംഭിച്ച് സെയിൻറ്റ് ആൻസ് പള്ളിയിൽ അവസാനിക്കുന്ന ഘോഷയാത്രകളാകുന്നത്. പക്ഷെ കുരിശുദ്ധ കാലഘട്ടം മുതൽ ഇതിലൂടെയാണ് ഓശാന ഘോഷയാത്ര നടക്കുക. ഇന്നും ഇസ്രായേലിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓശാന ഘോഷയാത്രകൾ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ അവിടെ ഓടിക്കൂടുന്നു. ഗിറ്റാറ്, പാട്ടുകൾ, ഓലകൾ, കുരുത്തോലകൾ, ഒലിവിൻ ചില്ലകൾ, എല്ലാ രീതികളിലുമുള്ള വസ്തുക്കളുമായിട്ട് ഫിലിപ്പീൻസ്, ഇന്ത്യക്കാർ, യൂറോപ്യൻസ്, അമേരിക്കക്കാർ, എല്ലാ നാട്ടുകാരും ആഘോഷമായിട്ട് ഒന്നായി ഒരു ജനമായി കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഇറങ്ങി വരുന്ന ഓശാന ഘോഷയാത്ര. ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുന്നത് 1870-കളിൽ ഫ്രാൻസിസ്കൻസാണ്. അതിൻ്റെ ഉള്ളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു കല്ലാണ്. കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറാൻ വേണ്ടി കയറി നിന്ന കല്ല്. 1950-55 കാലഘട്ടത്തിലാണ് അവിടെ ആർച്ച് പണിയുന്നതും ഈ രംഗങ്ങളൊക്കെ വീണ്ടും നവീകരിച്ച് ചിത്രീകരിക്കുന്നതും. ഈ സ്ഥലം ബെത്ഫഗെ, അത്തിയുടെ ഭവനം, നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. കർത്താവ് ബത്തനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയെയാണ് അത്തിമരത്തിൽ ഫലങ്ങൾ തേടുന്നത്. ഫലങ്ങളൊന്നും കാണാത്തത് കൊണ്ട് കർത്താവ് അതിനെ ശപിച്ചു. ദേവാലയത്തിൽ ചെന്ന് ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് അത് ഉണങ്ങിപ്പോയതായിട്ട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് മോഡലാണ്. പോകുന്ന വഴിക്ക് ശപിക്കുന്നു, തിരിച്ചു വരുമ്പോൾ അത് കരിഞ്ഞതായിട്ട് കാണിക്കുന്നു. അതിൻ്റെ ഇടയിലുള്ളത് ദേവാലയ ശുദ്ധീകരണമാണ്. ഫലം നൽകാത്ത ഇസ്രായേൽ, അനുദപിക്കാത്ത ജെറുസലേം, രണ്ടും ഒന്നാണ്. ജെറമിയായുടെ പ്രവചനം, ജോസിയായുടെ പ്രവചനം, ജോയേലിൻ്റെ പ്രവചനം, ഇതിലെല്ലാം ഇസ്രായേലിനെ അത്തിമരത്തോട് ഉപമിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇവിടെ കർത്താവ് അന്വേഷിക്കുമ്പോൾ അവർ പറയുക, അത്തിയുടെ കാലമല്ലായിരുന്നു.
ശരിയാണ്. കാരണം എന്താണ്? അത്തി പൂക്കുന്ന കാലം മാർച്ച് അവസാനത്തിൽ ഒരാഴ്ച കൊണ്ട് ഇലകൾ നിറയും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തണ്ടുകളിൽ ഒരു കുമിള പോലെയുള്ള ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ചെറിയ കുമിളകൾ ഉണ്ടാകും. ഈ സാധനം പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണ്. ഇന്നും ജെറുസലേമിൻ്റെ തെരുവീതികളിൽ അത് വിൽക്കാൻ വയ്ക്കും. നമുക്ക് പോയി വാങ്ങിക്കാം, കഴിക്കാം. പക്ഷെ 2 ആഴ്ച കൊണ്ട് ഇത് പഴുത്ത് കരിഞ്ഞ് വീണ് പോകും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് അത്തിപ്പഴങ്ങൾ ഉണ്ടാവുക. പക്ഷെ പാവങ്ങളുടെ അത്തി, തക്ഷ, അത് ആ കാലഘട്ടത്തിൽ തന്നെ കിട്ടുമായിരുന്നു. അതുപോലും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് കർത്താവ് അതിനെ ശപിക്കുന്നത്. ഉപകാരമില്ലാതെ ഉണങ്ങിപ്പോകുന്ന അത്തിമരം പോലെ അനുദപിക്കാതെ കർത്താവിനെ സ്വീകരിക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തുന്നവരുടെ ഭാഗമാകണമോ, അതോ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹോസിയാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഭാഗമാകണമോ? നമ്മുടേതാണ് തീരുമാനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.